അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. ഡ്രിങ്ക് എന്ന് മാത്രമല്ല, നമുക്കിതിനെ വേണമെങ്കിൽ ഒരു ഡെസേർട്ടായിട്ടും ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. ഒരു സ്ലഷ് ആണ്, വാട്ടർമെലൺ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ലഷ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ട്രൈഡ് പിക്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ വലിപ്പത്തിൽ വാട്ടർമെലൺ എടുത്തേക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ കാണുന്ന വഴിയിലുള്ള കുരുവൊക്കെ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മളിത് അരിക്കുമ്പോഴത്തേക്കിനും അങ്ങ് പോയിക്കോളും. അപ്പം എന്നാലും ഞാൻ ആ കട്ട് ചെയ്ത് നമ്മൾ ആ മിക്സിയിലേക്ക് ഇടുന്ന സമയത്ത് മുകളിലുള്ള സീഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് ഒരുവിധം മീഡിയം പീസ് ആക്കിയിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇടുമ്പോഴത്തേക്കിനും ഇതിനകത്തേക്ക് നമ്മൾ അല്പം പോലും വെള്ളം ഒഴിക്കുന്നില്ല. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇനി ഒട്ടും മധുരം വേണ്ട, അഡീഷണൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ചില വാട്ടർമെലണൊക്കെ നല്ല മധുരം ഉള്ളതായിരിക്കും, ചിലതിന് തീരെ മധുരം ഉണ്ടാവത്തില്ല. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മിന്റ് ലീവ്സ് ആണ്. ഒരു 4-5 മിന്റ് ലീവ്സ് ഒക്കെയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ഫ്ലേവർ കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നത്. ഇതിലേക്ക് അഡീഷണലി ഇടേണ്ട ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഈ മിന്റ് ലീവ്സ് ആണ്. കാരണം മിന്റ് ലീവ്സും വാട്ടർമെലണും കൂടെ വരുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആയിരിക്കുമല്ലോ. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാം. അങ്ങനെ അരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആ മിക്സിയിൽ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കിനും കുരുവൊക്കെ വീണ് പോയിട്ടുണ്ടാവുമല്ലോ കുറച്ചൊക്കെ. അപ്പം അതൊക്കെ നമുക്ക് ഈ അരിപ്പയിൽ കൂടി സെപ്പറേറ്റ് ചെയ്തെടുക്കാം, കാരണം നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡാണ് വേണ്ടത്. പിന്നെ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള അരിപ്പ ഓൾറെഡി 2 ലെയർ ഉള്ളതാണ്. അപ്പം അതിൽ കൂടെ വരുന്ന ലിക്വിഡിനെ പിന്നെ നമ്മൾ അരിക്കേണ്ട ആവശ്യമില്ല. അതേസമയം നമ്മൾ എടുക്കുന്ന അരിപ്പ കുറച്ചും കൂടെ അതിൻ്റെ കണ്ണി വലിപ്പമുള്ളതാണെങ്കിൽ ഒന്നും കൂടെ അരിക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ ഈ കുരുവിൻ്റെയൊക്കെ അംശമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് വാട്ടർമെലൺ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നത്, വേറെ ഫ്രൂട്ട്സ് വെച്ചിട്ടും ഈ സ്ലഷ് ഉണ്ടാക്കാം. ഇപ്പോൾ ഗ്രേപ്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതെന്ന് പറയുമ്പോഴത്തേനും ഇതിനകത്ത് അങ്ങനെ വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ എടുത്ത ആ വാട്ടർമെലൺ ആദ്യം എടുത്തതിൻ്റെ അത്രയും തന്നെ നമ്മൾ എടുത്തില്ല കേട്ടോ. ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിൽ കൊള്ളുന്ന അത്രയും മാത്രമല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനകത്തുനിന്ന് ഇത്രയും ക്ലിയർ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പണിയില്ല, ഇതേപോലെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഫ്രീസ് ആവാനുള്ള ഒരു ടൈം വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കുറഞ്ഞതൊരു 6 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ അങ്ങ് ഫ്രീസ് ആയി കിട്ടും. അപ്പം ഞാനിവിടെ ഓവർനൈറ്റ് ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒത്തിരി തണുപ്പൊന്നും വേണ്ട, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം വാട്ടർമെലണും മിൻറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ആണല്ലോ ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ച് എടുത്തപ്പോഴത്തേക്കിനും നല്ലതുപോലെ ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ അങ്ങനെ ചുരണ്ടി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കിനും അതിങ്ങനെ ഒരു സ്നോ പോലെ വരും. എന്നിട്ട് അതിന് നമ്മൾ സ്പൂൺ കൊണ്ട് നമ്മുടെ കപ്പിലേക്ക് മാറ്റുക ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും ഈ ഒരു സാധനം മെൽറ്റായി പോകത്തില്ല, കുറച്ച് നേരം കൊണ്ടൊക്കെ മെൽറ്റായി പോകത്തുള്ളൂ കേട്ടോ. നമുക്ക് ഒരു സ്നോയുടെ ഒരു ടെക്സ്ചറിലൊക്കെ വരുന്ന സ്ലഷ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെച്ചപ്പോഴത്തേക്കിനും നല്ല ഡാർക്ക് റെഡ് കളറിലായിരുന്നല്ലോ. ഇപ്പം നമ്മൾ എടുക്കുമ്പോഴത്തേനും ഒരു പിങ്ക് കളറിലെ സ്ലഷാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇങ്ങനെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ നൈഫും കൊണ്ട് കുത്തി കുത്തി കൊടുക്കുമ്പോഴത്തേനും കുറച്ച് വലിയ വലിയ പീസസ് ആയിട്ട് വരുമല്ലോ. എന്നിട്ട് അതിനെ മിക്സിയിലൊക്കെ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പക്ഷേങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. കാരണം ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടെക്സ്ചർ നല്ലതുപോലെ കിട്ടുന്നത്. മിക്സിയിലാവുമ്പോഴത്തേക്കിനും അത് കുറച്ചും കൂടി ഒരു ലിക്വിഡ് ഫോമിലേക്ക് പോകും. നമ്മൾ കപ്പിലേക്ക് ഇട്ടതിനെ ഒരു വേണമെങ്കിൽ ഒരു 1-2 മിന്റ് ലീവ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തും കൂടെ എടുക്കാം. അപ്പോൾ വാട്ടർമെലൺ വെച്ചിട്ട് ഇതുവരെയും ഇങ്ങനൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ പോവല്ല, കുറച്ച് ട്രൈഡ് പിക്ചേഴ്സ് ഉണ്ട്, അതും കൂടി കണ്ടു നോക്കാം. അപ്പോൾ ഈ ട്രൈഡ് പിക്ചേഴ്സ് അയച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് പിക്ചേഴ്സ് അയച്ചു തരിക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് തോന്നുന്നവർക്ക് കേട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.